പോലീസ് ഗോവിന്ദസ്വാമി ആ മേഖലയിൽ തലാപ്പിലുണ്ട് എന്ന വിവരം കിട്ടിയത് മുതൽ തലാപ്പിലെ ആ കാട് മൂടിക്കിടന്ന പ്രദേശത്തിന് മുക്കും മൂലയും അരിച്ചു പുറത്തുകയായിരുന്നു പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും. ഒടുവിൽ ഗോവിന്ദസ്വാമി ആ കിണറ്റിൽ ആ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെ കിണറ്റിനകത്തുണ്ട് എന്ന സൂചന കിട്ടിയോടെ അവിടെ കുതിച്ചു പാഞ്ഞു. ഞങ്ങളുടെ ക്യാമറ സംഭവം ഒപ്പം പാഞ്ഞു. അങ്ങനെ കിണറ്റിൽ നിന്ന് വാലിച്ച് തൂക്കിയെടുക്കുന്ന ഈ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമാണ്. നിർമ്മാണം നടക്കുന്ന ആ വീടിന് മുന്നിലൂടെ മതിൽ ചാടിക്കിടന്ന ഗോവിന്ദസ്വാമി കാട് മൂടിയ സ്ഥലത്തേക്ക് പോകുന്നത് അതിന് നിർമ്മാണ തൊഴിലാളികൾ സാക്ഷികളാണ്. ഇതിന് ആ മേഖലയിൽ നാട്ടുകാർ പോലീസ് ഹോട്ട്സ്പോട്ടൊക്കെ ചേർന്ന് തെരച്ചിൽ നടത്തുകയാണ്. ആ സമയത്ത് നമ്മൾ ഇതിൽ പങ്കാളികളായ നാട്ടുകാരോട് ചോദിക്കുന്നു. അപ്പോഴാണ് കാട് വായിക്കുന്നതിന് വേണ്ടി വന്ന ഒരു തൊഴിലാളി സ്ത്രീ കൂടി ഗോവിന്ദസ്വാമി അതുവഴി പോകുന്നത് കണ്ടു, അരമണിക്കൂർ മുമ്പാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഗോവിന്ദസ്വാമി ആ മേഖലയിൽ തന്നെ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചതാണ്. അതിന് പുറത്തെ റോഡാണ്, റോഡ് കഴിഞ്ഞ് റെസിഡൻസ് ഏരിയയാണ്. അവിടെ നിന്ന് 1 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് കൂടിയാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത വിരളമെന്ന് പോലീസ് പറഞ്ഞു. റെസിഡൻസ് ഏരിയകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ ലഭ്യമാകുന്നതെല്ലാം പോലീസ് പരിശോധിച്ച് ആ വഴി കടന്നു പോയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള കാട് മൂടിയ സ്ഥലം ആളുകളുടെ കെട്ടിടങ്ങളിലാണ് ഗോവിന്ദസ്വാമി ഉണ്ടാകാനുള്ള സാധ്യത. ആ മേഖലയിലുടനീളം നമ്മളും ഓരോ കോണ് കേന്ദ്രീകരിച്ച് ഇവിടെ തോടുണ്ട്, ഓടയുണ്ട്, ഓടയുടെ അടിഭാഗമൊക്കെ ഒന്നടങ്കം പരിശോധിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ നിൽക്കുന്നതിന് ഏകദേശം ഒരു 20 മിനിറ്റ് അപ്പുറം നിന്ന് ആളുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. അതായത് എത്രയും സമയം എന്തിനു വേണ്ടിയാണ് ആഗ്രഹിച്ചത് അത് നടന്നിരിക്കുന്നുവെന്ന് കരഘോഷത്തോടെ ആളുകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുക. കൊടുംകുറ്റവാളി ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. ഗുരുതരമായ അനാസ്ഥയുടെയും വീഴ്ചയുടെയും ഫലമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആസൂത്രിതമായി ചാടിയ ഗോവിന്ദസ്വാമിയെ പിടികൂടിയിരിക്കുന്നു. കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെ തളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപമുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു കിണറ്റിൽ നിന്നാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടിയത്. ഇവിടെ ഈ റോഡിലൂടെ വരുമ്പോഴാണ് ഗോവിന്ദസ്വാമിയെ അവിടുന്ന് ആളുകൾ തിരിച്ചറിയുകയും അതിനുശേഷം ഈ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വീടുകളുടെ ഇടയിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ദൂരെ കാണുന്നത് ഹോസ്പിറ്റൽ കെട്ടിടമാണ്. ആ ഹോസ്പിറ്റൽ കെട്ടിടത്തിനുള്ളിൽ വെച്ച് പോലീസ് സംഘം നേരത്തെ തന്നെ പിടികൂടി അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. കൂടുതൽ പോലീസ് എത്തി ഗോവിന്ദസ്വാമി അവിടുന്ന് കൊണ്ടുവരാൻ നാട്ടുകാരുടെ ഒക്കെ കണ്ണുവെട്ടിക്കണം. കാരണം എല്ലാവരും ആക്രോശിച്ചുകൊണ്ടാണ് ഗോവിന്ദസ്വാമിക്കെതിരെ തിരിയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസ് കുറെ അധികം നേരം കുറ്റവാളിയെ പിടികൂടിയിട്ടില്ല, ഗോവിന്ദസ്വാമിയെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ആ സമയം അകത്ത് ഗോവിന്ദസ്വാമിയെ വളഞ്ഞിരുന്നു പോലീസ്. പക്ഷേ ഈ ആളുകളൊക്കെ പുറത്ത് വന്നു നിൽക്കുന്ന സമയത്ത് ഗോവിന്ദസ്വാമി അതിനിടയിലൂടെ ഗോവിന്ദസ്വാമി രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ കിണറ്റിലേക്ക് ചാടി രക്ഷപ്പെടാനുള്ള കിട്ടിയ വഴിയിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി എന്നൊക്കെയാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആ സമയത്ത് പോലീസ് പിടികൂടുന്നു. ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തേക്ക് എത്തിച്ച് ഗോവിന്ദസ്വാമി പോലീസ് പൂർണ്ണമായും പിടികൂടി പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യമാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ്. കൊടും ക്രിമിനൽ ഗോവിന്ദസ്വാമി ജയിൽ ചാടി രാത്രി 1:15 ജയിൽ അധികൃതർ അറിയുന്നത് പുലർച്ചെ 5:15 പോലീസിൽ വിവരം അറിയിക്കുന്ന കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തവുമാണ്. TV പ്രസാദ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഏകദേശം 10-18 അടിയോളം ഉയരമുള്ള വലിയ മതില്, ആ മതിലിന് മുകളിലുള്ള ഒരു ഫെൻസിങ്, ആ ഫെൻസിങ് കടന്നു വേണം വരാൻ. അതെനിക്ക് തോന്നുന്നു വൈദ്യുതി വേലിയാണ്. ആ വൈദ്യുതി വേലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പർശമുണ്ടായാൽ സൈറനുകൾ മുടങ്ങേണ്ടതാണ്, വേണ്ടത്ര ജാഗ്രത ഉണ്ടാവേണ്ടതാണ്. ഒരു ബ്ലോക്കിൽ 3 പേർ എന്ന നിലയിൽ സുരക്ഷാ ഡ്യൂട്ടിക്കിടേണ്ട കുറ്റവാളികളെ പാർപ്പിക്കുന്ന 10ാമത്തെ ബ്ലോക്കാണ്. അവിടെ നിന്നാണ് ഞാൻ ലക്ഷ്യപ്പെട്ടിരിക്കുന്നത്. C46 നമ്പർ തടവുകാരനായ ഗോവിന്ദസ്വാമി. അതാണ് നമ്മുടെ